മുഖ്യമന്ത്രി പിണറായി വിജയനും കേന്ദ്ര ധനമന്ത്രി നിർമ്മല സീതാരാമനും ഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തും. ഇന്ന് മുണ്ടക്കൈ ചൂരൽമല സാമ്പത്തിക പാക്കേജ് അടക്കമുള്ള വിഷയങ്ങൾ ഈ കൂടിക്കാഴ്ചയിൽ ചർച്ച ചെയ്യും. പ്രത്യേകിച്ച് ഈ കേന്ദ്ര ഗവൺമെൻറ് അനുവദിച്ച പണം ചെലവാക്കാൻ കുറച്ച് സമയം, മാർച്ച് 31 വരെ സമയം ഒരിക്കലും ചിലവാക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് കുറച്ച് നീട്ടി ചോദിക്കും. ഇന്ന് രാവിലെ 9 മണിക്ക് ഡൽഹിയിലെ കേരള ഹൗസിലാണ് ചർച്ച. അവർ ഭക്ഷണമൊക്കെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചതിന് ശേഷമായിരിക്കും ചർച്ച എന്നാണ് അറിയുന്നത്. ബൽറാം നെടുങ്ങാടി ഡൽഹിയിൽ നിന്ന് ചേരുന്നു. ബൽറാം, ഗുഡ് മോർണിംഗ്. യഥാർത്ഥത്തിൽ അത്തരമൊരു ചർച്ച ഈ എനിക്ക് തോന്നുന്ന കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ തമ്മിൽ നിലനിൽക്കുന്ന ചില ശീത സമരത്തിന് തെല്ലയവ് വരുത്തുമെന്ന് എനിക്ക് തോന്നുന്നു. വെരി ഗുഡ് മോർണിംഗ് എസ് കെ എൻ സൂചിപ്പിച്ച പോലെ തന്നെ കേരളം കാത്തിരുന്ന ഒരു കൂടിക്കാഴ്ചയാണ് ഇന്ന് നടക്കുന്നത്. ഡൽഹിയിൽ കേരള ഹൗസിൽ വെച്ചാണ് ഈ നിർണായകമായ കൂടിക്കാഴ്ച. ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ചർച്ച നടത്തുകയാണ് കേരളത്തിലെ ആവശ്യങ്ങളുമായി ബന്ധപ്പെട്ട. സമീപകാലത്തായി കേരളം കേന്ദ്രത്തിന് മുന്നിൽ ഒട്ടേറെ ആവശ്യങ്ങൾ, സാമ്പത്തിക ആവശ്യങ്ങൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വയനാടിനുള്ള പ്രത്യേക പാക്കേജ് എന്നുള്ളതാണ്. ഒപ്പം തന്നെ മറ്റ് വിഷയങ്ങളും കേരളം മുന്നോട്ട് വെച്ചിരുന്നു. ഇക്കാര്യങ്ങളിൽ എല്ലാം തന്നെ ഒരു മറുപടി കേന്ദ്രത്തിന്റെ ഭാഗത്തു നിന്നും ലഭിക്കുന്നില്ല എന്ന ആക്ഷേപം ഉന്നയിക്കുന്നുണ്ട്. കേരളത്തിൽ നിന്നുള്ള MP-മാർ ധനമന്ത്രിയെ കണ്ടിരുന്നു, കത്ത് നൽകിയിരുന്നു. ഒപ്പം തന്നെ കേരളത്തിന്റെ പ്രത്യേക പ്രതിനിധി KV തോമസ് ധനമന്ത്രിയെ പലതവണ കണ്ടിരുന്നു. എങ്കിൽ പോലും ഇക്കാര്യത്തിൽ ഒരു നടപടി ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം നിലനിൽക്കുന്നതിനിടെയാണ് ഇത്തരത്തിൽ ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങിയിരിക്കുന്നത്. ഇന്ന് രാവിലെ 9 മണിക്കാണ് ഡൽഹിയിൽ കേരള ഹൗസിന്റെ ഭാഗമായ കൊച്ചിൻ ഹൗസിൽ വെച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമനും മുഖ്യമന്ത്രി പിണറായി വിജയനും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുക. ധനമന്ത്രി 9 മണിയോടുകൂടി കേരള ഹൗസിലേക്ക് എത്തും. തുടർന്ന് രാവിലെ പ്രഭാത ഭക്ഷണത്തിന് ശേഷമായിരിക്കും കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള സമഗ്രമായ ചർച്ച തന്നെ നടക്കുക എന്നാണ് സർക്കാർ വൃത്തങ്ങളിൽ നിന്നും അറിയാൻ കഴിയുന്നത്. അതിനായുള്ള എല്ലാ ഒരുക്കങ്ങളും കേരള ഹൗസിൽ പൂർത്തിയായിട്ടുണ്ട്. ഈ കൂടിക്കാഴ്ചയുമായി ബന്ധപ്പെട്ട് ഇന്നലെ വൈകിട്ട് വരെ കേന്ദ്ര ധനകാര്യ മന്ത്രാലയം ഈ കൂടിക്കാഴ്ച നടത്തുക നോർത്ത് ബ്ലോക്കിൽ എന്ന തരത്തിലായിരുന്നു അവർ നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ കേരള ഹൗസിൽ തന്നെയായിരിക്കും ഈ കൂടിക്കാഴ്ച എന്നുള്ളതാണ് വ്യക്തമാകുന്നത്. അതിനായുള്ള ഒരുക്കങ്ങൾ ധനമന്ത്രിക്കും മുഖ്യമന്ത്രിക്കുമുള്ള പ്രഭാത ഭക്ഷണം ഉൾപ്പെടെയുള്ളവ തയ്യാറാക്കിയിരിക്കുന്നു കേരള ഹൗസിൽ എന്നുള്ളതാണ്. ഈ കൂടിക്കാഴ്ചയിൽ കേരളത്തിൻ്റെ പ്രത്യേക പ്രതിനിധി KV തോമസ്, ഒപ്പം തന്നെ ധനകാര്യ സെക്രട്ടറി എന്നിവർ ഈ ചർച്ചയിൽ ഭാഗമാകുന്നുണ്ട്. ഒപ്പം തന്നെ ഇതിൽ സുപ്രധാനമായ ഒരു കാര്യം എന്നുള്ളത് ഗവർണർ രാജേന്ദ്ര അർലേക്കറും ഈ കൊച്ചിൻ ഹൗസിൽ ഇപ്പോൾ താമസിക്കുന്നുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസം അദ്ദേഹം മുഖ്യമന്ത്രിക്കും കേരളത്തിൽ നിന്നുള്ള MP-മാർക്കും കേരള ഹൗസിൽ വെച്ച് ഒരു അത്താഴ വിരുന്ന് ഒരുക്കിയിരുന്നു. ഈ അത്താഴ വിരുന്നിൽ വെച്ചും കേരളത്തിൻ്റെ സാമ്പത്തിക ആവശ്യങ്ങൾ, പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ സംബന്ധിച്ച് MP-മാരോടും മുഖ്യമന്ത്രിക്കുമൊപ്പം താനും ഉണ്ടാകും ഈ ആവശ്യങ്ങൾ കേന്ദ്രവുമായി ഉന്നയിക്കാൻ എന്ന് അദ്ദേഹം വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. ഈ ഒരു പശ്ചാത്തലം കൂടി ഈ കൂടിക്കാഴ്ചയ്ക്കുണ്ട് എന്നുള്ളതാണ്. കഴിഞ്ഞയാഴ്ച ഒപ്പം തന്നെ ഗവർണർ കേന്ദ്രത്തിന് മുന്നിൽ വെച്ച ആവശ്യങ്ങൾ സംബന്ധിച്ചുള്ള വിശദമായ വിവരങ്ങൾ തേടിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിൽ ധനമന്ത്രി മുഖ്യമന്ത്രിയുമായുള്ള നേരിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയ്ക്ക് അവസരമൊരുങ്ങുന്നത്. ഇന്നത്തെ കൂടിക്കാഴ്ചയോടുകൂടി തന്നെ കേരളത്തിൻ്റെ ആവശ്യങ്ങൾ സംബന്ധിച്ച് അനുഭാവപൂർവമായ ഒരു സമീപനം ഉണ്ടാകും എന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ ഉള്ളത്. താങ്ക് യു ബൽറാം നെടുങ്ങാടി. എന്തായാലും നല്ല ഒരു കൂടിക്കാഴ്ചയാകട്ടെ, നമ്മുടെ കേരളത്തിൻ്റെ കാര്യങ്ങളൊക്കെ കൺവിൻസ് ചെയ്യാൻ കഴിയട്ടെ എന്നാണ്.